കാർത്തി പൊക്കോ, ഇവിടെ നിൽക്കണമെന്നില്ല. ഐ ക്യാൻ മാനേജ്. ദുർഗ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തോണ്ടാ. നിന്റെ കാര്യത്തിൽ ചരൺ എത്രമാത്രം പ്രൊട്ടക്റ്റീവ് ആണ് നിനക്ക് അറിഞ്ഞൂടെ? അതോർത്ത് കാർത്തി ടെൻഷൻ ആവണ്ട. ഏട്ടനോട് ഞാൻ സംസാരിക്കാം. ചോദിക്കാൻ മറന്നു, ആശിച്ചിയും ചരണേട്ടനും എങ്ങനെ പോകുന്നു? നിന്റെ ഏട്ടനെ നിനക്ക് അറിഞ്ഞൂടെ? അമ്പിനും വില്ലിനും അടുക്കാത്ത മുതല. ആ പാവം പിറകെ നടന്ന് കഷ്ടപ്പെടുന്നു, അല്ലാണ്ടൊന്നുമില്ല. ചരൺ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല. എങ്കിൽ ഏട്ടനോട് എന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ സ്വന്തം കാര്യം ഒന്ന് നോക്കാൻ പറ. ഇല്ല, നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറ, അല്ലാണ്ട് വെറുതെ ഇങ്ങനെ തമാശ പറയല്ലേ. ആ, ഞാൻ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. എന്നാ കാർത്തി പൊക്കോ, എനിക്ക് പുറത്തേക്കൊന്ന് പോകണം. എങ്ങോട്ട്? ഞാനും കൂടി വരാം. അതൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. കാർത്തി, പേടിക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വന്നോളാം. വന്നിട്ട് വിളിക്കാം. ഇതെങ്ങനെ നിന്റെ ചേട്ടൻ അറിഞ്ഞാലുള്ള കാര്യം നീ ഒന്ന് ഓർത്തു നോക്ക്. എന്റെ വഴക്കും അറിയും. ഏട്ടനോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. സൂക്ഷിച്ചു പോയിട്ട് വരണം. ആയിക്കോട്ടെ. ചിത്രയോടും ചേച്ചിയോടും എന്റെ അന്വേഷണം പറയണം. ചിത്രയും കൂട്ടി ഹോസ്പിറ്റലിൽ പോണം, ചേച്ചിയെ കാണാം. അപ്പൊ പറയാം. എന്നാ ശരി, ബൈ. സർ, ഇവിടെ ഒരു ഇൻഫോർമേഷൻ ഉണ്ട്. അലക്സിന്റെ ലൊക്കേഷൻ. താങ്ക്സ്. സാറിന് എന്തിനാ അലക്സിന്റെ ലൊക്കേഷൻ? പഴയൊരു കേസിന്റെ തുമ്പ. നോക്കട്ടെ കിട്ടുമോന്ന്. ഡോണ്ട് ഇൻഫോം എനിവൺ. ഓക്കെ സർ, ഞാനും കൂടി വന്നോട്ടെ? നോ, ഇത് എന്റെ ടൈമാ. വാട്ട്? ദുർഗയോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അവൻ ഞങ്ങളോട് പറയാണ്ട് വീണ്ടും പോയേക്കുന്നു. ചരിതമതേറെ പറയുവതിന്നിതി നേരം മതിയാവതില്ലിഹ ബാലെ പരിചോടു പോവുക നീയെ
ദുർഗ, ഗണ്ണ് താഴെയിട്. എന്നോട് ആജ്ഞാപിക്കാൻ നീ ആരാ? നീ ആദ്യം താഴെ ഇട്. നിന്റെ ഈ അവസ്ഥയിൽ ഇവിടെ വന്നിട്ട് ഫൈറ്റ് ഉണ്ടാക്കാൻ ആരാ നിന്നോട് പറഞ്ഞത്? എന്റെ ഹെൽത്തിനെ പറ്റി ഒരു ചിന്ത പോലും ഇല്ലേ നിനക്ക്? എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. നീ അതിന്റെ ഇടയിൽ കയറി വരണ്ട. എങ്ങോട്ടാ നീ പോകുന്നേ? എനിക്ക് സംസാരിച്ചിട്ട് കഴിഞ്ഞില്ല. വിടടോ. നീ എങ്ങനെ കറക്റ്റ് ഇവിടെ തന്നെ എത്തിയത്? That's none of your business. നിനക്കൊരിക്കലും ഡൗട്ട് തോന്നിയിട്ടില്ല? കറക്റ്റ് ഞാനും നീയും ഒരേ പ്ലേസിൽ തന്നെ. കഴിഞ്ഞ തവണ നീയും ഞാനും എങ്ങനെയാ കണ്ടുമുട്ടിയെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നീ എന്നെ വിട്ടിട്ട് പോകുന്നതാ നല്ലത്. വെയിറ്റ്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. കഴിഞ്ഞ തവണ നീ വന്നെടുത്ത് ഞാനും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേ ഇവിടെ ചിലപ്പോൾ നിനക്കും എനിക്കും കിട്ടുന്ന ക്ലൂ ഒന്ന് തന്നെ. ഇവിടെ ഞാൻ ഒറ്റയ്ക്കാം, എന്റെ ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ല. അതുകൊണ്ട് ക്ലൂ ആ വഴിയാന്ന് വിചാരിക്കേണ്ട. ഒന്നെങ്കിൽ നീയും ഞാനും എനിമീസ്, അല്ലെങ്കിൽ നീയും ഞാനും തേടുന്നത് ഒരേ ആളെ തന്നെ ആയിരിക്കും. നീ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ലാന്ന് എനിക്കറിയാം. നീ എന്റെ എനിമിയാണെങ്കിൽ ഞാൻ ആ റിവെഞ്ച് ഇന്നത്തോടെ നിർത്തും. മറിച്ച് നീയും ഞാനും തിരയുന്നത് ഒരേ ആളെ ആണെങ്കിൽ പിന്നെ നീ എത്ര അന്വേഷിച്ചാലും അവനെ കിട്ടില്ല. നീ എന്തിനാ എല്ലാരെയും ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നത്? നിന്നോട് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത്. ഞാൻ ഇവിടെ എങ്ങനെ വന്നു, എന്തിനു വന്നു എന്ന് നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. നീ കണ്ടത് കണ്ടു. നീ ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. എന്റെ കാര്യകാരണങ്ങൾ ആരോടും വെളിപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. നീ പറഞ്ഞില്ലേ നീ എന്റെ എനിമി ആയിരിക്കുമെന്ന്. നീ എനിമിയാണെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. മറിച്ച് നീയും ഞാനും അന്വേഷിക്കുന്നത് ഒരാളെയാണെങ്കിൽ എനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല. നിനക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാവും. അതിപ്പോ ആരെ നേരിട്ടാണെങ്കിലും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. ദുർഗ, it's time. ഓ ഷിറ്റ്, ദുർഗ എവിടെ? ഇവിടെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. നമ്മള് വീണ്ടും വൈകിട്ടാ. അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോന്ന് ആദ്യം അന്വേഷിക്കണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ വേഗം അപ്പാർട്ട്മെന്റിൽ പോയിട്ട് അവൻ എത്തിയിട്ടുണ്ടോ നോക്ക്. അവന്റെ ഹെൽത്ത് ഓക്കെ അല്ല, അവനെ ശ്രദ്ധിക്കണം. അവൻ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോ അവൻ എങ്ങോട്ടാ പോയത്? അവന്റെ ഫോണ് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. കാർത്തി, നീ വേഗം ചെന്നിട്ട് അവന്റെ ഫോണിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് കണ്ടുപിടിക്കും. ആ ഏട്ടാ. ചരൺ, നീ ഇങ്ങനെ ടെൻഷൻ എടുക്കല്ലേ. അവൻ സേഫ് ആയിരിക്കും. സിദ്ധാർത്ഥ ഏട്ടാ, അവൻ എന്റെ കൺമുമ്പ് കാണുന്നത് വരെ എനിക്ക് അവൻ സേഫ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. അവനെ അന്ന് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ കണ്ടത്. അതിനുശേഷം എനിക്ക് എനിക്ക് പറ്റില്ല അവനെ കാണാണ്ട്. നീ ടെൻഷൻ അടിക്കാണ്ടിരിക്ക്. അവൻ വരും, അവൻ വിളിക്കും. സിദ്ധാർത്ഥേട്ടാ, എന്താടാ, എന്താ പറ്റി? അവന്റെ ഫോണ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
ഒന്നെങ്കിൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്, അല്ലെങ്കിൽ സിം ആരോ ഊരി മാറ്റിയിട്ടുണ്ട് ഫോണിൽ നിന്ന്. സിദ്ധാർത്ഥേട്ട, ദുർഗ ഒരിക്കലും ഫോണിൽ നിന്ന് സിം മാറ്റില്ല. പിന്നെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആവാൻ ഒരിക്കലും ചാൻസ് ഇല്ല. അവൻ അറിയാം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ ടെൻഷൻ അടിക്കുന്നു, അതുകൊണ്ട് ഒരിക്കലും അവൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കില്ല. ഫോണിന്റെ ചാർജ് തീർന്നതാണെങ്കിലും ഇല്ല, അതിന് സാധ്യതയില്ല. അവൻ അങ്ങനെ ചെയ്യാറില്ല. എന്റെ മനസ്സ് പറയുന്നുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഏട്ടാ, എന്തേലും ചെയ്തിട്ട് അവൻ എവിടെയാന്നൊന്ന് കണ്ടുപിടിക്കേ. കാർത്തി, നീ വീണ്ടും ഒന്ന് നോക്ക്. എവിടെയും ബൈ മിസ്റ്റേക്ക് എന്തേലും പറ്റിയതായിരിക്കും. നീ ഒന്നുകൂടി ഒന്ന് അവിടെ ചെന്ന് അന്വേഷിക്കുക. പിന്നെ ചിത്രയോടും ഐശ്വനോടും ഒന്നും പറയണ്ട. ഞാൻ അപ്പോഴേ അവനോട് പറഞ്ഞതാ, ഞങ്ങളോട് പറയാണ്ട ഇങ്ങോട്ട് പോവല്ലേ എന്ന്. പറഞ്ഞ കേക്കട്ടെ. ഇനി അവിടെ വെച്ച് അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ, അവരവനെ കൊണ്ടുപോയതാണെങ്കിലോ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടികിട്ടുന്നില്ല. അവനെ കാണാണ്ട് ഒരു സമാധാനാവുന്നില്ല. ശരൺ, നീ പറയുന്നത് കേക്ക്. നീ ടെൻഷൻ അടിക്കണ്ട, അവനെ കിട്ടും. എന്തെങ്കിലും സാഹചര്യം കാരണം അവൻ മാറിപ്പോയതായിരിക്കും. നീ ടെൻഷൻ ആവാതിരിക്കെ. ഞാൻ എന്റെ വഴിക്കൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ. ബോസ്, അലക്സ് കൊല്ലപ്പെട്ടു. I think same person, same method of killing. Any hints? No, പോലീസ് ഇതുവരെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. How? What about you guys? ഞാനും അലക്സും സച്ചിനും കൂടി ചെയ്യാത്ത ക്രൈംസ് ഇല്ല. എത്ര ജീവിതങ്ങളെ ഇല്ലാണ്ടാക്കിയെന്ന് കണക്കൊന്നുമില്ല. അതിൽ ആരാണാവോ ഇത്? സച്ചിന്റെ മരണ വിവരം അറിഞ്ഞപ്പോ തന്നെ ഞാൻ അലക്സിനോട് പറഞ്ഞതാ കുറച്ചും കൂടി ശ്രദ്ധിക്കണമെന്ന്. ബട്ട് ഹൗ? ബോസ്, നെക്സ്റ്റ് ടാർഗറ്റ് ഉറപ്പായും നിങ്ങളായിരിക്കും. അതിന് സംശയമൊന്നും വേണ്ട, ഉറപ്പ് തന്നെയാ. ഇതുവരെ ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ നിങ്ങൾക്ക്. ഇനി അയാളെ പിടിക്കാൻ ഞാനൊരു കെണി ഒരുക്കട്ടെ. പേടിക്കാനൊന്നുമില്ല, ഹീസ് ഫൈൻ. ബോഡി നല്ലോണം എക്സോസ്റ്റഡ് ആയിട്ട് ക്ഷീണിച്ചു വീണതാ, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. നന്നായി റെസ്റ്റ് എടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. പിന്നെ ഫുഡ് നേരെ വണ്ണം കഴിപ്പിക്കണം. ഹീസ് പ്രഗ്നന്റ്, ശ്രദ്ധ വേണം. എന്നാ ഞാൻ പോട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. ഓക്കെ, ഷ്യൂർ അങ്കിൾ. ശരീരത്തിന് ഒട്ടും വയ്യെങ്കിലും എല്ലായിടത്തും പോയി ചെന്ന് ചാടണം. അതാണല്ലോ നിന്റെ സ്വഭാവം. ഇനി ഞാൻ നിന്നെ എങ്ങോട്ടും വിടില്ല. ഇവിടെ നീ സേഫാണ്. ഇവിടെ ആരും നിന്നെ അന്വേഷിച്ച് വരികയും ചെയ്യില്ല. ബിക്കോസ് ഇത് ശക്തിയുടെ സാമ്രാജ്യം.
സിദ്ധാർത്ഥ, എനിക്ക് പറ്റാവുന്ന എല്ലാ വിധത്തിലും ഞാൻ അന്വേഷിച്ചു നോക്കി. ഒരു ടവർ ലൊക്കേഷനിലും അവന്റെ ഫോൺ കാണുന്നില്ല. അവന്റെ ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ? എനിക്ക് പേടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ എവിടെ പോയതാ? അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? ഇത്തരം ചെറിയ കാര്യങ്ങളിൽ അവൻ തോൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവനെ ട്രെയിൻ ചെയ്തത് ഞാനാ. അവന്റെ ബലം എന്താന്ന് എനിക്കറിയാം. അവൻ അവിടെ നിന്ന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ അവൻ മിസ്സായതിന്റെ കാരണം മറ്റെന്തോ ആണ്. അതെന്താന്ന് നമ്മൾ വേഗം കണ്ടുപിടിക്കണം. സരൺ, നീ വല്ലതും കേൾക്കുന്നുണ്ടോ? നീ ഇങ്ങനെ വെറുതെ ഇരുന്ന് ടെൻഷൻ അടിക്കാൻ നിൽക്കല്ലേ. നമുക്ക് കണ്ടുപിടിക്കാം. ദേ, ഇത് അവിടെ നിന്ന് കിട്ടിയതാ. ഇതാരുടെയാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ കാർത്തിക്? ഞാൻ ഒന്ന് നോക്കട്ടെ. കിട്ടിയ വിവരം ഞാൻ ഉടനെ അറിയിക്കാം. അവനല്ലാതെ ആ ലൊക്കേഷനിൽ വേറെ ആരും ഉണ്ടായിരുന്നു. അയാളുടേതാ അത്. അവിടെ ആ ടൈമില് ഫോൺ സിഗ്നൽ ആരുടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് അന്വേഷിച്ചാൽ മതി. വേഗം തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ശരി. ശരൺ, നിനക്കെന്താ തോന്നുന്നത്? ദുർഗ ഞങ്ങളോട് പറയാണ്ട് ഇങ്ങോട്ടും പോവില്ല. അവന്റെ മിസ്സിങ്ങിന് പിറകിൽ വേറെന്തോ കാരണമുണ്ടെന്ന് പറഞ്ഞത് ശരിയാ. അവനെ ആരോ തട്ടിക്കൊണ്ടു പോയേക്കുവാ. ഇന്ന് രണ്ടുപേരിൽ ഒരാളെ അവൻ കൊന്നു. ഇനി ബാക്കി ഒരാൾ കൂടി. ഇത്രയൊക്കെ ആൾക്കാര് കൊല്ലപ്പെട്ട വിവരം എന്തായാലും അയാൾ അറിഞ്ഞിട്ടുണ്ടാവും. അയാൾക്ക് സംശയമില്ലാണ്ടിരിക്കാൻ സാധ്യതയില്ല. ഇനി അയാളെങ്ങാനും. ഇല്ല ഏട്ടാ, എങ്ങാനും ഇന്ന് അയാള് മറ്റാളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അയാളെ ദുർഗ വെറുതെ വിടില്ല. ദുർഗയുടെ മിസ്സിങ്ങിന് പിറകില് വേറെന്തോ ആണ്. അതെ, ആ ഒരാൾ ഇപ്പൊ കാര്യം അറിഞ്ഞിട്ടുണ്ടാവും. ഏയ്, രാവിലെ തന്നെ ഏട്ടാ നിക്കണ്ട. വേഗം എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് വാ. ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാം. ഏയ് നിക്ക്, ഞാനിതെവിടെയാ? ഇത് ഇത് ഞാൻ താമസിക്കുന്ന സ്ഥലം. ഞാൻ ഞാൻ എങ്ങനെ ഇവിടെ എത്തി? നിന്നോട് ആരാ എന്നെ സമ്മതം ഇല്ലാതെ എന്നെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞത്? എനിക്ക് എന്റെ വീട്ടിൽ പോണം. ഐ എം റിയലി സോറി, പക്ഷെ നിന്നെ കൊണ്ട് ഇവിടുന്ന് പോവാൻ പറ്റത്തില്ല. ബിക്കോസ് നീ വിചാരിക്കുന്ന സ്ഥലത്തല്ല നമ്മളിപ്പോ ഉള്ളത്. നിനക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ ഞാൻ വിചാരിക്കണം. വാട്ട് ഡു യു മീൻ? എനിക്ക് എനിക്ക് നിന്റെ സമ്മതം ആവശ്യമില്ല. നിന്നോട് നിന്നോട് ആരാ പറഞ്ഞത് എന്നെ എവിടൊക്കെ കൊണ്ടുവരാൻ? എനിക്ക് തോന്നി, ഞാൻ കൊണ്ടുവന്നു. എനിക്ക് അതിൽ ഒരു കുറ്റബോധവും തോന്നുന്നില്ല. യു, എനിക്കിവിടെ നിൽക്കണ്ട, എനിക്ക് വീട്ടിൽ പോണം. ഞാൻ പറയുന്നത് കേട്ടിട്ട് മര്യാദയ്ക്ക് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴോട്ട് പോവാ. അല്ലാണ്ട് അതിനപ്പുറം പറയാൻ നിൽക്കണ്ട. ഫുഡ് കഴിച്ചിട്ട് വേണം എനിക്ക് നിന്നോട് സംസാരിക്കാൻ നേരാവണ്ണം. എനിക്ക് നിന്നോട് ഒരു കുന്തം പോലും സംസാരിക്കാനില്ല. എങ്ങനെയാണ് എന്നെ ഇവിടെ എത്തിച്ചത് അതേപോലെ തന്നെ എന്നെ എന്റെ വീട്ടിലേക്ക് എത്തിച്ചാ മതി. ഇനി നീ എങ്ങോട്ടും പോകുന്നില്ല, മനസ്സിലായോ? ഇനി മുതൽ നീ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. അവിടെ നിന്റെ ഏട്ടന്മാര് വരത്തില്ല, ഞാൻ മാത്രമേ ഉണ്ടാവൂ. ഓ, ഞാൻ ഞാൻ എങ്ങനെ?
വാ, വന്നിരിക്കും. ശക്തി, എനിക്ക് എനിക്ക് വീട്ടിൽ പോണം. നടക്കില്ല. നീ നീ അവിടെ സേഫ് അല്ല. നീ ഇവിടെയാ സേഫ്. നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. എനിക്ക് പോണം. അത് നടക്കില്ലെന്നാ ഞാൻ പറഞ്ഞത്. എന്റെ ഏട്ടന്മാരെ ഞാൻ അന്വേഷിക്കും. എനിക്ക് എനിക്ക് പോണം. അവരാരും നിന്റെ സ്വന്തം ഏട്ടന്മാരൊന്നുമല്ല. അന്വേഷിച്ചാലും അന്വേഷിച്ചൊന്നും കണ്ടെത്താൻ പറ്റാൻ നിൽക്കുമ്പോ അവര് എന്നെ നിർത്തിക്കോളും. നീ എന്താ കണ്ണി ചോരയില്ലാത്ത പോലെ സംസാരിക്കുന്നേ? എനിക്ക് എനിക്ക് അവരെല്ലാരും എനിക്കല്ല. എന്നാ ഇനി തൊട്ട് നിന്റെ ഈ കുഞ്ഞ് ഞാനും മാത്രമേ ഉണ്ടാവും. ഈ കുഞ്ഞ് കാരണമാണ് നീ എന്നെ പിടിച്ചു നിർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കേണ്ടി വരും. ഇനി മേലെ ഇങ്ങനെ പറഞ്ഞു പോകരുത്. എല്ലാവർക്കും തട്ടി കളിക്കാനുള്ള പാവയല്ല ഞാനും ഒരു മനുഷ്യൻ തന്നെയാ. എനിക്കെന്ത് തോന്നുന്നു, ഞാനെന്ത് വിചാരിക്കുന്നു, അതിനൊന്നും ഒരു വിലയില്ലാലേ. നീ പറയാറില്ലേ, ശരിയാ, ഞാൻ ഭയങ്കര വീക്കാ. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്നെ പോലുള്ളവരുടെ അടിമയായിട്ട് എന്നും ഇങ്ങനെ ജീവിക്കാൻ എന്റെ അവസ്ഥ. എത്ര പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും നീ ഒന്നും വിടത്തില്ല. ഐ എം സോറി. തല്ലാൻ പാടില്ലായിരുന്നു. നീ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തല്ലിപ്പോയതാ. നിന്നെ അടിമയാക്കാനോ എന്റെ കീഴിൽ ഒരാളാക്കി മാറ്റാനോ എനിക്ക് താല്പര്യമില്ല. നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ടാ അവിടുന്ന് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എനിക്കറിയില്ല നിനക്ക് എന്താ തോന്നുന്നതെന്ന്. മറ്റാരുടെ കരുതലിനേക്കാളും എനിക്ക് നീയാ പ്രധാനം. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നെ സംരക്ഷിക്കാൻ എനിക്കറിയാം. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? എനിക്ക് എന്റെ ഏട്ടന്മാരാ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ അവരെന്നെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത്. അവരില്ലാണ്ട് ഞാനില്ല. ഇപ്പൊ തന്നെ ഇത്രയും നേരമായിട്ട് എന്നെ കാണാണ്ടിരിക്കുമ്പോൾ അവരെന്തായാലും എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടാവും, ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. എനിക്കതൊന്ന് മാറ്റിയാൽ മതി എങ്ങനെയെങ്കിലും. ആ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. അവരെ ഞാൻ അറിയിച്ചോളാം. എന്നും കരുതി നിന്നെ ഞാൻ ഇവിടെ നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് നിന്നെ എന്തെങ്കിലും പറ്റിയിട്ട് കാണാൻ പറ്റത്തില്ല. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടം. ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ, അവരുടെയൊക്കെ പറച്ചിലിനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് എന്നാ നീ എന്റെ കൂടെ തന്നെ ജീവിക്കണം. ഇത് ഏറ്റവും സുരക്ഷിതമായ ഇടത്ത് തന്നെ ആയിരിക്കണം. അതിനാ ഇങ്ങോട്ട് നിന്നെ കൊണ്ടുവന്നത്. അല്ലാതെ നിന്നെ പേടിപ്പിക്കാനോ അടിമയാക്കാനോ അല്ല. നീ ഇടയ്ക്കിടയ്ക്ക് ഇല്ലാണ്ടാക്കുമെന്ന് പറയുന്ന ഈ കുഞ്ഞുണ്ടല്ലോ, അത് എന്റെയും കൂടി കുഞ്ഞാ. എനിക്കും അതിൽ അവകാശമുണ്ട്. എനിക്ക് അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോ എത്രമാത്രം സന്തോഷം ഉണ്ടായെന്ന് അറിയോ നിനക്ക്? എന്റെ കുഞ്ഞെന്ന് പറയുമ്പോ അതിനെ നീ ഇല്ലാണ്ടാക്കുമെന്ന് പറയുമ്പോ എനിക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടാവും നീ ആലോചിച്ചിട്ടുണ്ടോ? ചെറുപ്പം തൊട്ടേ ആൾക്കാർക്ക് മുമ്പിൽ ചിരിക്കാനുള്ള ഒരാളായിട്ടാണ് എല്ലാരും എന്നെ കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ടാ കുറച്ചു പേർക്ക് എന്നെ മനുഷ്യനായിട്ട് കാണാൻ പറ്റിയത്. നീയാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്നു. നിനക്ക് തന്നെ തോന്നില്ല ഇതൊക്കെ തമാശയാണ്? എന്നെ സ്നേഹിക്കാൻ മാത്രം ഞാൻ അർഹനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. I love you forever.